നിനക്കറിയാമോ, നമുക്ക് ഒത്തിരി ആവശ്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. നമുക്കറിയാം, രാത്രി മുഴുവൻ മീൻ പിടിച്ച ശിഷ്യന്മാരുടെ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഥ രാത്രി 3 മണിക്ക് 4 മണിക്കൊക്കെ മീൻ പിടിക്കണമെങ്കിൽ അവരുടെ വീട്ടിൽ എന്തുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഒരു 4 മണിയാകുമ്പോഴെങ്കിലും പത്രോസ് വിചാരിക്കണ്ടേ, ഇത്തിരിയെങ്കിലും ഉറക്കം വേണമല്ലോ, പോയേക്കാം, ഇനി നാളെ നോക്കാം. ഇല്ല, പറ്റില്ല. കാരണം വീട്ടിൽ മീനില്ല. അമ്മായിമ്മയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പനി വരുന്ന അമ്മായിമ്മ അറിയില്ലേ, ഭാര്യയുണ്ട്, പിള്ളേരുണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ ഈ കുടുംബം പുലർത്തണമെങ്കിൽ അവിടെ മീൻ വേണം. രാത്രി മുഴുവൻ. അപ്പോൾ വലിയ ഇഷ്യൂ ആണ്. വിഷയങ്ങളുടെ നടുവിൽ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ വിഷയങ്ങളുടെ നടുവിലാണ് ആരിറങ്ങിച്ചെന്നത്? കർത്താവ് ഇറങ്ങിച്ചെന്നത്. പടകിലേക്ക് കയറിയിട്ട് പത്രോസിനോട് പറയണം, ആഴത്തിലേക്ക് നീക്കി വല വീശി. ഞാൻ വൈബ്രേഷനോട് കൂടി ഒരു കൺവെൻഷൻ പ്രസംഗം പറഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. നിങ്ങളുടെ പടകിൽ യേശു. വൈബ്രേഷൻ കിട്ടിയോ? ഉണ്ടെങ്കിൽ എന്ത് പറ്റും? പെരുത്ത മീൻകൂട്ടം വരും, ബിസിനസ് രക്ഷപ്പെടും. ഈ മെസ്സേജ് നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ എന്തായിരിക്കും പറയുന്നത്? കർത്താവേ, ഇത്രയും നാളും നീ ഇല്ലാതെ ബിസിനസ് ഇതെല്ലാം പൊട്ടി, മീൻ പിടിക്കാൻ പോയി ഒന്നും ഇല്ലാതെ തിരിച്ചു വന്നു. ഇനി ഞാൻ നിന്റെ കൂടെ പോകുന്നുള്ളൂ. എൻ്റെ പടകിൽ ആര് വേണം? ഞാനായിരുന്നു. പത്രോസ് ഇങ്ങനെ പറയുള്ളൂ. യേശുവുമായിട്ട് ആ പടകിൽ കയറി അങ്ങ് മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ ആ കാഴ്ച കർത്താവിനോട് പറയാം, ഇനി ഞാൻ ഓൾ നൈറ്റ് മീൻപിടുത്തമില്ല, ഓൾ നൈറ്റ് പ്രെയർ. പകൽ മുഴുവൻ ട്രാക്റ്റും കൊടുത്തുകൊണ്ട് കുമ്പനാളിലൂടെ നടക്കും. രാത്രി ഓൾ നൈറ്റ് പ്രെയർ, ഒറ്റ മീൻപിടുത്തം. രാവിലെ 6 മണി. നീ എൻ്റെ കൂടെ വരണം. പടകിൽ നിന്ന് കിട്ടിയാലും 10% ദശാംശം നിൻ്റെയാണ്. അപ്പം കർത്താവ് ചോദിക്കും, നീ സത്യമായിട്ട് ദശാംശം തരുമോ? അപ്പം ഞാൻ പറയും, 100 അയല കിട്ടിയാൽ 10 പിടയ്ക്കുന്ന അയല ഞാൻ നിനക്ക് തരും. കർത്താവിനോട് പറയാം. കർത്താവ് പറഞ്ഞു, ഓക്കെ, എന്നാൽ ഞാൻ നിൻ്റെ കൂടെ ബിസിനസ്സിനുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, പരിപാടി ലാഭമോ? കാരണം ഒരു മനുഷ്യനെ കൂടെ വിളിച്ചാൽ 50-50 കൊടുക്കേണ്ടി വരും. എവിടാ മീൻ കിട്ടുന്നത് ഇവനോട്ട് അറിയത്തുമില്ല. എന്നാൽ കർത്താവിനെ വിളിച്ചുകൊണ്ട് പോയാൽ ആരോടൊക്കെ സംസാരിക്കണം, എങ്ങനെ ബിസിനസ് എന്ന് കർത്താവ് പറഞ്ഞു തരികയും ചെയ്യും. 10% കമ്മീഷൻ കൊടുത്താലും മതി. അപ്പോൾ ഏതാ ലാഭം? നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇതാണ് ഈ ന്യൂ ജനറേഷൻകാർ മൊത്തം പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടാൻ 10% ദൈവത്തിന് കൊടുക്കുവിൻ. കേട്ടിട്ടില്ല ഇത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് കർത്താവിനെ 10% കമ്മീഷൻ ഏജന്റ് ആക്കുന്ന പരിപാടി. അതേസമയത്ത് പത്രോസ് എന്താ പറഞ്ഞത്? മേലാൽ ഈ വഴിക്ക് വരല്ലേ. ഞാൻ ഒരു പാപിയായ മനുഷ്യനാണ്. ഞാൻ മീനല്ല ഇപ്പം കാണുന്നത്. ഈ മീനെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന സൃഷ്ടിതാവായ ദൈവത്തെയാണ്. ഈ ദൈവത്തിന് മുമ്പ് നിൽക്കുമ്പോൾ എൻ്റെ വിശപ്പല്ല എനിക്ക് പ്രശ്നം, എൻ്റെ വീട്ടിൽ പൈസ ഇല്ലാത്തതല്ല എൻ്റെ പ്രശ്നം, എൻ്റെ പാപമാണ് എൻ്റെ പ്രശ്നം. ഞാൻ എങ്ങനെ നിൻ്റെ മുമ്പിൽ നിൽക്കും? അപ്പോൾ കർത്താവ് പറയാണ്, നീ എൻ്റെ പിന്നാലെ പോരെ, നീ എന്നെ പേടിക്കണ്ട, ഈ സമയത്ത് ഞാൻ പാപികളെ രക്ഷിക്കാൻ വന്നതാണ്, നീ എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞപ്പം അവൻ അത്രയും ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ പണവും വള്ളവും വലയും വീടും എല്ലാം വിട്ട് അവനെ അനുഗമിച്ചു. ഇതാരും പറയാത്ത എന്താ? നമ്മൾ അന്വേഷിക്കുന്ന മീന, യേശുവിനെ അല്ല.